ഞാൻ ആരാ നിങ്ങൾക്ക് അറിയില്ലേ? ഇല്ല മാഡം, ഞാൻ നിങ്ങൾ ആദ്യമായിട്ടാ കാണുന്നത്, പിന്നെ എങ്ങനെ അറിയാനാ? ഞാൻ അഷിത, ഈ ചാനലിന്റെ വൺ ഓഫ് ദ പാർട്ട്നേഴ്സ് ആണ്. അങ്ങനെ പറഞ്ഞിട്ട് കയറിപ്പോയാൽ എങ്ങനെയാ മാഡം? വാ കിരൺ, വാ. അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ? പിടിച്ച് പുറത്താക്കുക വേണ്ടത്. വെറുതെ 2-3 ദിവസം സമയം കൊടുക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. എല്ലാത്തിനും ഒരു പരിധി ഉണ്ടല്ലോ. ഇനി അധികം താമസിയാതെ അവരെ ഞാൻ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കും. അത് തടയാൻ ആരും വന്നേക്കരുത്. ഞാൻ അഖിലിനെ ഒന്ന് വിളിക്കാം. ഹലോ ജെഡി. എന്തായി അഖിൽ, ഇനി അപ്ഡേറ്റ്സ്? ആ ഉണ്ട്. ശരി അഖിൽ, ശരി, ഞങ്ങൾ അങ്ങോട്ട് വരാം. ആ ഓക്കെ. എന്തായി? പറയാം. വാ. എടി ദുർഗേ, സ്കൂളിലെ പിള്ളേരോട് വായിട്ടലയ്ക്കാൻ പോവാൻ തോന്നുന്നു. വാ, നമുക്ക് പോവാം കിരൺ. ഡി, ഇന്ന് മുതൽ ഞാൻ ആരാണെന്നറിയോ? എന്റെ ജോലി എന്താന്ന് നിനക്കറിയോ? ഇന്ദിര ടിവിയുടെ CEO ആണ് ഞാൻ. കേട്ടിട്ട് നിനക്ക് അസൂയ തോന്നുന്നുണ്ടോ ദുർഗെ? അതൊക്കെ സ്വാഭാവികം. ഒരു വീട്ടില് ഒരേപോലെ ജനിച്ച് ഒരേപോലെ വളർന്നിട്ടും എനിക്ക് മാത്രം എന്താ ഇങ്ങനെ ഭാഗ്യങ്ങൾ വരിവരിയായിട്ട് വരുന്നേന്ന് ഓർക്കുമ്പോ ആർക്കായാലും അസൂയ തോന്നും. എനിക്ക് ഒരു അസൂയയില്ല അഷിതേ. നീ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്നുവെന്ന് മാത്രം അറിഞ്ഞാൽ മതി എനിക്ക്. ഓ, എന്തൊരു അഭിനയം! മനസ്സിലൊന്നു വെച്ച് അത് മുഖത്ത് കാണിക്കാതെ ഇങ്ങനെ സംസാരിക്കാൻ നിനക്ക് എങ്ങനെ ഇത്ര കഴിവ് കിട്ടിയെന്ന് എനിക്ക് അറിയില്ല. ദുർഗെ, സമയം പോകുന്നു, വാ നമുക്കിറങ്ങാം. ആ, വേഗം ചെല്ല്. എന്നാലല്ലേ ഞങ്ങളെ പറ്റിച്ച് സ്വത്തടിച്ചു മാറ്റാൻ നോക്കിയ പോലെ വേറെ ആരെങ്കിലും ഒക്കെ പറ്റിക്കാൻ സാധിക്കൂ. നീ എന്തിനാടി എന്നെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നേ? ഇവനെ പോലൊരു കള്ളന്റെ ഭാര്യ ഇരുന്നിട്ട് നീ എന്റെ നേരെ നിന്ന് സംസാരിക്കുന്നത് പോലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാ. വേണ്ട അഷിതേ, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക. അയ്യോ, പേടിപ്പിക്കല്ലേ. ഞാൻ പേടിച്ച് രാത്രി കിടന്ന് ഞെട്ടു. ഒന്ന് പോ അവിടുന്ന്. അഷിത, വേണ്ട. എന്റെ മുന്നിൽ വെച്ച് കിരണിന് എന്തെങ്കിലും പറഞ്ഞോ? ആഹാ, പറഞ്ഞ നീ എന്ത് ചെയ്യൂടി? പറയടി, നീ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പോകുന്നില്ല. എന്താ എന്താ ഇവിടെ പ്രശ്നം? നിന്നെ ഒരു വഴക്ക് പറഞ്ഞോ? ശി, ഹേ, അതിനുള്ള ധൈര്യമൊന്നും ഇവർക്കില്ല. ഇനി അങ്ങനെ ശ്രമിച്ച മറ്റുള്ളവരെ പോലെ ഞാൻ ക്ഷമിക്കുമെന്ന് ആരും കരുതുകയും വേണ്ട. രണ്ടിനും അടുത്ത സെക്കൻഡിൽ പറപ്പിക്കും ഞാൻ. വാ പൃഥ്വി, നമുക്ക് പോവാം. എന്തൊരു അഹങ്കാരം അവൾക്ക്. ചില സമയത്ത് ക്ഷമയോടെ വെയിറ്റ് ചെയ്യുന്നതാ കിരൺ നല്ലത്. ഇപ്പൊ നമ്മൾ പ്രതികരിച്ച കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയുള്ളൂ. ശരിയാ, നമുക്ക് പോവാം. ശശി, ഇതാ നമ്മുടെ ഓഫീസ്. താൻ ഇവിടെ വന്നതോടെ നമ്മുടെ ഓഫീസിന് ഒരു പുതു ജീവൻ വെക്കും. എനിക്കത് ഉറപ്പാ. ഓഫീസിന് മാത്രമല്ല, നമ്മുടെ ലൈഫ് തന്നെ ഇനി മാറും. എന്തായാലും നിനക്കൊപ്പം ഞാനുണ്ടാവും. അപ്പോ ശശി, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക്സ് പൃഥ്വി. താൻ അകത്തേക്ക് ചെല്ലും, ഞാൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ട് എത്തിക്കോളാം.
ശരി പൃഥ്വി, സീ യു. See you. Bye. ബൈ. മാഡം മാഡം ഒരു മിനിറ്റ്. നിങ്ങൾ ആരാ മാഡം? ഇതെന്താ ചോദിക്കാതെയും പറയാതെ കയറി അങ്ങ് പോവുകയാണോ? ഞാൻ ആരാ നിങ്ങൾക്ക് അറിയില്ലേ? ഇല്ല മാഡം, ഞാൻ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ എങ്ങനെ അറിയാനാ? ഞാൻ അഷിത, ഈ ചാനലിന്റെ വൺ ഓഫ് ദ പാർട്ട്നേഴ്സ് ആണ്. അങ്ങനെ പറഞ്ഞിട്ട് കയറിപ്പോയാൽ എങ്ങനെയാ മാഡം? ഈ ചാനലിന്റെ എല്ലാം ആയ ആൾ പൂർണിമ മാഡം മാത്രമാണ്. പിന്നെ മഹാദേവൻ സാറും. അല്ലാതെ വേറെ ആരും ഇതുവരെ പാർട്ട്ണറാണെന്നോ ഓണറാണെന്നോ പറഞ്ഞ് ആരും വന്നിട്ടില്ല മാഡം. പെട്ടെന്ന് വന്ന് പാർട്ട്ണറാണെന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ അത് വിശ്വസിക്കാനാ? അത് മാത്രമല്ല, അങ്ങനെ ആരെങ്കിലും പുതുതായി വന്നിട്ടുണ്ടെന്നുള്ള കാര്യം ആരെങ്കിലും ഒന്ന് വിളിച്ച് പറഞ്ഞാലും മതി. ആരും ഇതുവരെ ഒന്നും വിളിച്ച് പറഞ്ഞിട്ട് പോലുമില്ല. മാഡം, നിങ്ങളുടെ കയ്യിൽ ID കാർഡ് എന്തെങ്കിലും ഉണ്ടോ? എടോ, ഞാൻ ഇന്ദ്രപ്രസ്ഥത്തിലെ പൃഥ്വിയുടെ ഭാര്യ അഷിതയാണ്. ഇപ്പോ അങ്ങനെയായോ? ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുമോ മാഡം? ഒരു കാര്യം ചെയ്യും, പൃഥ്വി സാറിനെ ഫോണിലൊന്ന് വിളിച്ചതാ. ഞാൻ ചോദിച്ച് കൺഫേം ചെയ്യാം. അല്ലാതെ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല മാഡം. തന്നെയൊക്കെ ബോധിപ്പിച്ചിട്ട് വേണോ ഇതിന്റെയൊക്കെ ഓണറായി ഞാൻ അകത്തേക്ക് പോവാൻ? താൻ ആരാന്നോട് തന്റെ വിചാരം? വേറെ ഒരു സെക്യൂരിറ്റി ആയ താൻ എന്നെ തടഞ്ഞു വെക്കാനും ചോദ്യം ചെയ്യാനൊക്കെ വളർന്നോ? റാസ്കൽ, താൻ ഇനി ഇവിടെ ജോലി ചെയ്യുന്നത് എനിക്കൊന്ന് കാണണം. എക്സ്ക്യൂസ് മീ. ഹായ്. ഹായ്. യെസ്. ആരാ? മനസ്സിലായില്ല. ഓ ശരി, ഞാൻ തന്നെ പറയാം. ഒരു മിനിറ്റ്, എല്ലാവരും ജോലികൾ നിർത്തി ഞാൻ പറയുന്ന ഒന്ന് ശ്രദ്ധിച്ചേ. ഞാൻ അഷിത, ഈ ചാനലിന്റെ വൺ ഓഫ് ദ പാർട്ട്നേഴ്സ് ആണ്. ഇന്ദ്രപ്രസ്ഥത്തിലെ പൃഥ്വിയുടെ വൈഫ്.